അപ്പൊ ഞാൻ കാണിച്ചു തരാം. ഞാൻ എടുത്തിട്ടുള്ളത് വാസ്ലൈൻ്റെ ഈ ഒരു വേണ്ടിയിട്ട് പോണത്. സോ ഡേ 1. Hello guys, welcome back to another episode of Moose Studio. Today in this video I am going to showing you applying Vaseline for 7 days. 7 ദിവസത്തേക്ക് ഒരു ചലഞ്ച് പോലെയാണ് കേട്ടോ നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഐ ഡോണ്ട് നോ അതിന്റെ റിസൾട്ട് എന്തായിരിക്കും എനിക്ക് ഒരു ഐഡിയ ഇല്ല. പക്ഷെ മോയ്സ്ചറൈസർ ആയിട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. കുറേ ഹാക്സിൽ കണ്ടിട്ടുണ്ടായിരുന്നു വാസ്ലൈൻ കണ്ടിന്യൂസ് ആയിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഗ്ലാസ് സ്കിൻ കിട്ടുമെന്നൊക്കെ. ആ ഒരു പ്രതീക്ഷയാണ് ചെയ്യുന്നത്. വേറെ എന്തെങ്കിലും ബെനിഫിറ്റ്സ് ഉണ്ടോ എന്നൊക്കെ നമുക്ക് വഴിയെ തന്നെ അറിയാം കേട്ടോ. ഇപ്പൊ ഞാൻ യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസർ പറയുന്നത് ലാക്മിയുടെ പീച്ച് മിൽക്കാണ്. ഞാൻ കുറെ വീഡിയോസിൽ കാണിച്ചിട്ടുള്ളതാണ്. സോ അപ്പൊ ഞാൻ കാണിച്ചു തരാം. ഞാൻ എടുത്തിട്ടുള്ളത് വാസ്ലൈൻ്റെ ഈ ഒരു കുഞ്ഞു പോക്കറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് കേട്ടോ. വെറും 5 രൂപയുടെ ആണ്. അപ്പൊ നമുക്കിത് യൂസ് ചെയ്യുമ്പോൾ ഭയങ്കര ബജറ്റ് ഫ്രണ്ട്ലി ആണ്. ഒരുപാട് പൈസ ചെലവില്ല. അങ്ങനത്തെ കുറെ ബെനിഫിറ്റ്സ് കൂടി മുൻകൂട്ടി നമ്മൾ കാണണം. സോ I'm going to show you applying this Vaseline my whole face. അപ്പം അപ്ലൈ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാല് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റും ഇതിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത്. വാസ്ലൈൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലുള്ള വേറൊരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തുനിന്നുള്ള ഡേർട്ട് പാർട്ടിക്കിൾസ് ഈ നമ്മുടെ മുഖത്തേക്ക് കയറില്ല. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഫേസിനകത്തുള്ള വാട്ടർ കണ്ടന്റ് പുറത്തോട്ടും ഇവാപ്പറേറ്റ് ചെയ്ത് പോയില്ല. അങ്ങനെ ഒരു ബെനിഫിറ്റ് കൂടി വാസ്ലൈൻ ഉണ്ട് കേട്ടോ. അതെനിക്ക് മുന്നേ അറിയാവുന്നതാണ്. പുരികം, ഐലാഷസ് കംപ്ലീറ്റ്ലി കേട്ടോ. ഇപ്പൊ ഞാൻ ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് ലിപ്പിൽ അപ്ലൈ ചെയ്യുന്നില്ല. ഇത് ഓയിൽ സ്കിന്നുകാർക്ക് ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല. എന്നെ പോലെ ഡ്രൈ ടു സെൻസിറ്റീവ്, ഡ്രൈ ടു മീഡിയം, ഡ്രൈ ടു നോർമൽ സ്കിൻ ടൈപ്പ് ഒക്കെ ഉള്ള ആൾക്കാർ ചെയ്താൽ മതി കേട്ടോ. ബിക്കോസ് ഓയിൽ സ്കിന്നുകാർ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ്സ് ബിക്കമിങ് മോർ ഓയിലി. ഇതിപ്പോ കണ്ട എന്റെ ഒരു ഡ്രൈ സ്കിന്നാണ്. അപ്പൊ ഞാനിത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പം എന്റെ സ്കിൻ ഒരു ഓയിലി ഒരു അങ്ങനത്തെ ഒരു ഫിനിഷിലോട്ടാണ് വന്നത്. സോ ഓയിലി സ്കിന്നുള്ള ആൾക്കാർ വീണ്ടും ഇത് അപ്ലൈ ചെയ്യുമ്പോൾ ഇറ്റ്സ് മേ ഹാവ് ടു ഹാവ് പിമ്പിൾസ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. സോ നിങ്ങൾ ഇത് അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത്. വേറൊരു ഇത് നമുക്കുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഇതിന് ശേഷം വേറൊരു മോയ്സ്ചറൈസർ ഒന്നും തന്നെ ഫേസിൽ അപ്ലൈ ചെയ്യേണ്ടി വരില്ല. മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യേണ്ടി വരില്ല. ആൻഡ് ലിപ് ബാം അപ്ലൈ ചെയ്യേണ്ടി വരില്ല. ആൻഡ് ഐബ്രോക്ക് വേണ്ടിയിട്ടുള്ള ഐബ്രോ ഗ്രോത്ത് സിറം അപ്ലൈ ചെയ്യേണ്ടി വരില്ല. ഐലാഷ് ഗ്രോത്ത് സിറം അപ്ലൈ ചെയ്യേണ്ടി വരില്ല. അങ്ങനെ കുറെ ബെനിഫിറ്റ്സ് ഉണ്ട് ഇത്. പക്ഷെ നമുക്ക് നമ്മുടെ സ്കിന്നിൽ എന്തൊക്കെ ചേഞ്ച് ആണ്, നമ്മുടെ സ്കിന്നിന് ഇത് ബാഡ് ആയിട്ട് എഫക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ഇമ്പ്രൂവ്മെന്റ്സ് വരുന്നതെന്നുള്ളതാണ് നമ്മൾ ടെക്സ്ചറിലായിക്കോട്ടെ എന്തെങ്കിലും ബെനിഫിറ്റ്സിലായിക്കോട്ടെ എല്ലാം കൊണ്ടും നമ്മൾ എന്തൊക്കെ ബെനിഫിറ്റ്സ് ഒക്കെയാണ് ഇതിൽ വരാൻ പോണെന്നുള്ളതൊക്കെയാണ് നമ്മൾ 7 days കൊണ്ട് അറിയാൻ വേണ്ടിയിട്ട് പോകുന്നത്. സോ ഡേ 1. അങ്ങനെ നമ്മുടെ ഡേ 3 വന്നു. എല്ലാ ദിവസവും കാണിക്കുന്നില്ല കേട്ടോ. എല്ലാ ദിവസവും കാണിച്ചു കഴിഞ്ഞാൽ വീഡിയോ ഭയങ്കര ലോങ് ആയിട്ട് പോകും. അപ്പൊ ഓരോ ദിവസം ഇടവിട്ടാണ് കാണിക്കാൻ വേണ്ടിയിട്ട് പോണത്. പ്രത്യേകം ഞാൻ പറയാൻ വിട്ടൊരു കാര്യമുണ്ട്. ഇത് യൂസ് ചെയ്യുന്നതിന് മുന്നേ മസ്റ്റ് ആയിട്ട് ഫേസ് ക്ലെൻസ് ചെയ്യണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിലും മുഖത്ത് പിമ്പിൾസ് ഓപ്പൺ പോർസ് ഒക്കെ വരും. വാസ്ലൈൻ ആണ്. ബി കെയർഫുൾ ഗൈസ്. സൂക്ഷിച്ച് വേണം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഫേസ് നന്നായിട്ട് ക്ലെൻസ് ചെയ്യാം കേട്ടോ. ഡേർട്ട് ഉണ്ടാവരുത്. ഡേർട്ട് ഉണ്ടാകുമ്പോൾ വാസ്ലൈൻ എല്ലാം കൂടി കിടന്നിട്ട് നമ്മുടെ ഫേസിലാകെ ചെളി പിടി അങ്ങനെയൊക്കെ ആയിട്ട്. ഇപ്പൊ രാവിലെ തന്നെയാണ് കേട്ടോ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. രാവിലെ ഒരു 8 മണിയൊക്കെ ആയിട്ടുണ്ടാവും. ആ ഒരു സമയത്താണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഇത് വെച്ചിട്ട് രാത്രി വരെ നിൽക്കരുത്. ഇടയ്ക്കിടയ്ക്ക് മീൻസ് ഒരു 2-3 മണിക്കൂർ ഇടവിട്ടിട്ട് ഫേസ് വാഷ് ചെയ്തിട്ട് റീ അപ്ലൈ ചെയ്യണം കേട്ടോ. ഇത് തന്നെ വെച്ചിട്ട് നിൽക്കരുത്. അത് നമ്മുടെ ഫേസിന് കേടാണ്. ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ. മീൻസ് ചില ആൾക്കാർക്ക് ഡൗട്ട് ഉണ്ടാവും ഇത് കംപ്ലീറ്റ് വാഷ് ചെയ്യാൻ പാടില്ല എന്നൊക്കെ. വാഷ് ചെയ്യണം ഗൈസ്. 3-4 മണിക്കൂർ അല്ലെങ്കിൽ 2-3 മണിക്കൂർ ഇടവിട്ടിട്ട് നിങ്ങൾ വാഷ് ചെയ്ത് ക്ലെൻസ് ചെയ്യണം കേട്ടോ. ഇനിയിപ്പോ ഒരു പണിയില്ലാണ്ട് വീട്ടിലിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നന്നായിട്ട് ക്ലെൻസ് ചെയ്യണം. അത് നമ്മുടെ ഡേ 3 കംപ്ലീറ്റഡ്. 5ാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ എനിക്ക് നിങ്ങളുടെ അടുത്ത് പ്രത്യേക ഒരു കാര്യം പറയാനുണ്ട് ഗൈസ്. എൻ്റെ അടുത്ത് ഇത് യൂസ് ചെയ്യുന്നതിന് മുന്നേ കുറെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു വാസ്ലൈൻ അങ്ങനെ ഡേ ടൈമിൽ യൂസ് ചെയ്യാൻ പാടില്ല. നല്ല സൺ ടാൻ വരും, മുഖമൊക്കെ ആകെ കരിവാളിച്ച് കറുത്തു പോകുന്നൊക്കെ കുറെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കാലം മടിച്ച് ചെയ്യാണ്ട് നിന്നത്. പക്ഷെ എനിക്കെന്തോ ഇപ്പൊ ചെയ്യണം തോന്നി. ബിക്കോസ് ഞാനിത് യൂസ് ചെയ്യുമ്പോൾ എൻ്റെ ഫേസ് നന്നായിട്ട് ഗ്ലോ ആവണ പോലെ തോന്നി. പക്ഷെ ഞാനിത് കണ്ടിന്യൂസ് ആയിട്ട് 7 ദിവസമൊന്നും ഇതേപോലെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. വല്ലപ്പോഴും ഒക്കെ. പക്ഷെ വല്ലപ്പോഴും ഇടുമ്പോഴും എൻ്റെ ഫേസ് നന്നായിട്ട് ഗ്ലോയിങ് ആവുന്നുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് തോന്നിയതാണ് ഇത് 7 ദിവസം കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ എങ്ങനെ ഇരിക്കും. അങ്ങനെ നമ്മുടെ ഫൈനൽ ഡേ 7 എത്തി നിൽക്കുമ്പം എന്തൊരു ചേഞ്ച് ആണെന്ന് നോക്കി. എന്തൊരു അമേസിങ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൊറിയൻ ഗ്ലാസ് സ്കിന്ന് നമുക്ക് ഇങ്ങനെ കിട്ടുമെന്ന് എനിക്ക് മനസ്സിലായി ഗൈസ്. വേറെ ഒരു പ്രൊഡക്റ്റോ അല്ലെങ്കിൽ വേറെ ഒരു മെനക്കെട്ട പരിപാടിയും ചെയ്യാണ്ട് നമുക്ക് ഇത് ഒപ്പിക്കാം. നമ്മുടെ കൊറിയൻ ഗ്ലാസ് സ്കിൻ നമുക്ക് വാസ്ലൈൻ വെച്ചിട്ട് യൂസ് ചെയ്ത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്ക് ഈ ചാലഞ്ചിന് ശേഷം മനസ്സിലായി. സോ ഗൈസ് നോ ഡൗട്ട് നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാൻ. നിങ്ങൾ ഏത് ജെൻഡറോ ഏത് ഏജോ ആയിക്കോട്ടെ, പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് വരെ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്തിട്ട് കൊണ്ടാട്ടോ. അത്ര അടിപൊളിയാണ്. നിങ്ങൾക്ക് എന്റെ സ്കിന്ന് കാണുമ്പോൾ തന്നെ അറിയാൻ
പറ്റണില്ല, ഒരു ഗ്ലോ, ഒരു തിളക്കം വരുന്നില്ല. ഞാൻ എൻ്റെ ഫേസിൽ എന്താ പറയുക, ഒരു ഹൈലൈറ്റർ പോലും ഇട്ടിട്ടില്ല. ഈ വീഡിയോ കാണുന്ന ഏതെങ്കിലും മേക്കപ്പ് ആർട്ടിസ്റ്റോ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല, ഞാൻ എൻ്റെ ഫേസിൽ ഒരു ഹൈലൈറ്റർ പോലും ഇട്ടിട്ടില്ല.